നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് MySQL ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എങ്ങനെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. സോ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം MySQL എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആദ്യം ലഭിക്കുന്ന ഈ റിസൾട്ട് mysql.com ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MySQLൻ്റെ വെബ്സൈറ്റ് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ വരിക. താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ MySQL കമ്മ്യൂണിറ്റി GPL ഡൗൺലോഡ്സ് എന്ന് കാണാൻ കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി വേർഷൻ, അതായത് ഫ്രീ വേർഷൻ ആണ്. സോ ഇത് നമുക്ക് ഫ്രീ ആയി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു പേജ് ലഭിക്കും. ഇതിൽ നിങ്ങൾ MySQL കമ്മ്യൂണിറ്റി സെർവർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ നിങ്ങൾ MySQL ഇൻസ്റ്റാളർ ഫോർ വിൻഡോസ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ നിങ്ങൾ വേറെ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ഇവിടുന്ന് ലഭ്യമായിരിക്കും. അത് സെലക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ വിൻഡോസ് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് വിൻഡോസ് സിസ്റ്റമാണ്, വിൻഡോസ് ഇൻസ്റ്റാളറാണ് ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. സോ ഞാനിതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ കാണുന്ന ആദ്യത്തെ വിൻഡോസ് MSA ഇൻസ്റ്റാളർ എന്ന് പറയുന്ന ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു. അടുത്ത പേജിൽ നിങ്ങളോട് ലോഗിൻ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യാൻ ചോദിക്കും. അതിൻ്റെ ആവശ്യമില്ല. താഴെ വന്നതിന് ശേഷം നോ താങ്ക്സ്, ജസ്റ്റ് സ്റ്റാർട്ട് മൈ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ഡൗൺലോഡ് ചെയ്ത ഫയൽ നമുക്ക് ഫോൾഡറിൽ ഓപ്പൺ ചെയ്യാം. സോ ഈ ഒരു MySQL ഇൻസ്റ്റാളർ എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. സോ ഇതിൽ നമ്മൾ ഡെവലപ്പർ ഡിഫാൾട്ട് എന്ന ഈ ഒരു ഇത് സെലക്ട് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൽ നമുക്ക് ഡെവലപ്പർ ഡിഫാൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർ, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. സോ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. സോ അതിന് പകരമായി നമ്മൾ ചെയ്യുന്നത് ഈ കസ്റ്റം എന്ന് പറയുന്നതിൽ വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ മാത്രം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമുക്ക് മെയിൻലി 3 സോഫ്റ്റ്വെയർ ആണ് വേണ്ടത്. MySQLമായി ബന്ധപ്പെട്ട 3 സോഫ്റ്റ്വെയർ ആണ് വേണ്ടത്. ശേഷം കസ്റ്റം സെലക്ട് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ആദ്യമായി വേണ്ടത് ഈ MySQL സെർവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ MySQL സെർവർ 8 എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഏറ്റവും മുകളിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ആരോ റൈറ്റിലോട്ടുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യത്തെ നമ്മുടെ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്തു, MySQL സെർവർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. പിന്നെ നമ്മൾ വരേണ്ടത് അടുത്ത ഭാഗത്താണ്, ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത്. ഇതിൽ നമുക്ക് വരേണ്ടത് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ MySQL വർക്ക് ബെഞ്ച് എന്ന് കാണാൻ കഴിയും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ വീണ്ടും MySQL വർക്ക് ബെഞ്ച് 8.0 എന്ന് കാണാൻ കഴിയും. അതിൽ ലേറ്റസ്റ്റ് വേർഷൻ സെലക്ട് ചെയ്യുക. റൈറ്റിലോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 2 സോഫ്റ്റ്വെയർ ആഡ് ചെയ്തു, MySQL സെർവർ, MySQL വർക്ക് ബെഞ്ച്. ഇനി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഈ MySQL ഷെൽ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതിൽ MySQL ഷെൽ 8 എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ സെലക്ട് ചെയ്യുക. റൈറ്റിലോട്ട് ആരോ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ 3 ആപ്ലിക്കേഷൻ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തു. ഇത് മാറരുത്. ഇത് നമുക്ക് ആദ്യം വേണ്ടത് MySQL സെർവർ, അതിനുശേഷം MySQL വർക്ക് ബെഞ്ച്, അതിനുശേഷം വേണ്ടത് MySQL ഷെൽ. ഈ 3 നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതൊന്നും നമുക്കിപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ SQL പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമില്ല. ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം എക്സിക്യൂട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇത് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് കുറച്ച് സമയമെടുക്കുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത 3 പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. MySQL സെർവർ, വർക്ക് ബെഞ്ച്, MySQL ഷെൽ. ശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും എക്സിക്യൂട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതും കുറച്ച് സമയമെടുക്കും. സോ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മുടെ 3 സോഫ്റ്റ്വെയറും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. സ്റ്റാറ്റസ് നമുക്ക് കംപ്ലീറ്റ് എന്ന് ലഭിച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ MySQL സെർവർ കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട്. വീണ്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ കാണുന്ന ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. ഇതെല്ലാം ഈ പോർട്ട് നമ്പറും മറ്റുമെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ കൊടുക്കുക. ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഒരു റൂട്ട് പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഓരോ ഡാറ്റാബേസിനും ഒരു അഡ്മിൻ പാസ്വേഡ് അഥവാ റൂട്ട് പാസ്വേഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ യൂസർ നെയിം എന്ന് പറയുന്നത് ഡിഫാൾട്ട് റൂട്ട് എന്നായിരിക്കും. അതിൻ്റെ പാസ്വേഡ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളോട് MySQL റൂട്ട് പാസ്വേഡ് ചോദിക്കും. ഈ പാസ്വേഡ് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. സോ ഞാനിവിടെ എൻ്റെ പാസ്വേഡ് കൊടുക്കുന്നു.
ശേഷം നമ്മൾ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മളിവിടെ എക്സിക്യൂട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു നമ്മുടെ കോൺഫിഗറേഷൻ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി. സോ എക്സിക്യൂട്ട്. കോൺഫിഗറേഷൻ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഈ ഫിനിഷ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ MySQL എന്ന് പറയുന്ന MySQL വർക്ക്ബെഞ്ച് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുന്നതാണ്. സോ നമുക്കിതുപോലെ 2 വിൻഡോ ഓപ്പൺ ആയി വരും. MySQL ഷെൽ എന്ന് പറയുന്ന ഇതുപോലെയുള്ളൊരു ടെർമിനൽ വിൻഡോ, അതുപോലെ MySQL വർക്ക്ബെഞ്ച് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരും. സോ നമുക്ക് ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. സോ തൽക്കാലം നമ്മൾ ടെർമിനൽ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ഡാറ്റാബേസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു MySQL വർക്ക്ബെഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. സോ ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത MySQL സെർവർ കണക്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ ആദ്യത്തേതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ നേരത്തെ കൊടുത്ത റൂട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. സോ നമ്മൾ ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. ശേഷം സേവ് പാസ്വേഡ് ഇൻ ടു വോൾട്ട് എന്ന് പറയുന്ന ഈ ചെക്ക് ബോക്സ് ഓൺ ചെയ്യുക. ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. സോ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ MySQL വർക്ക്ബെഞ്ച് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ ഓപ്പൺ ആയി വന്നു. സോ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ SQL കോഡ് അഥവാ SQL ക്വറീസ് ഇവിടെ കൊടുക്കുന്നതും നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ ഡാറ്റാബേസുമായിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും നമ്മൾ SQL ഉപയോഗിച്ച് ചെയ്യുന്നതെല്ലാം ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. നമ്മളിപ്പോൾ എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ മുതൽ SQL ക്വറീസും മറ്റും നമ്മൾ പഠിക്കുന്നതാണ്.